കേന്ദ്രമന്ത്രിയാണെന്ന് തെറ്റിദ്ധരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ദില്ലിയിൽ പ്രതിഷേധം. ബീഹാറിൽ നിന്നുള്ള പാചക തൊഴിലാളികളാണ് രമേശ് ചെന്നിത്തല യാത്ര ചെയ്തിരുന്ന വാഹനം അരമണിക്കൂർ നേരം തടഞ്ഞുവെച്ചത്. കഴിഞ്ഞ 2 ദിവസമായി ദില്ലിയിൽ കേരള ഹൗസ് സ്ഥിതി ചെയ്യുന്ന ജന്തർ മന്ദർ റോഡിൽ ബീഹാറിൽ നിന്നുള്ള പാചക തൊഴിലാളികൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു. സമരത്തോട് അനുഭാവപൂർവമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച പ്രതിഷേധക്കാർ ഇന്ന് പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് പാർലമെന്റിലേക്ക് പ്രകടനം നടത്താൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് AICC ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ദില്ലിയിലെത്തിയ രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വാഹനം ചെന്നുപെട്ടത്. ചുവന്ന ലൈറ്റ് വെച്ച സർക്കാർ വാഹനം കണ്ട കേന്ദ്രമന്ത്രിയാണെന്ന് തെറ്റിദ്ധരിച്ച് പിന്നീട് രമേശ് ചെന്നിത്തല സഞ്ചരിച്ച വാഹനത്തിന് നേരെയായി ബീഹാറിൽ നിന്നുള്ള നൂറുകണക്കിന് സ്ത്രീകളടങ്ങുന്നവരുടെ പ്രതിഷേധം. അരമണിക്കൂറോളം നേരം സംസ്ഥാന ആഭ്യന്തരമന്ത്രിയെ ദില്ലിയിൽ പ്രതിഷേധക്കാർ വളഞ്ഞുവെച്ചു. പിന്നീട് കേരള ഹൗസിൽ നിന്ന് മറ്റൊരു വാഹനം കൊണ്ടുവന്ന് രമേശ് ചെന്നിത്തലയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തെറ്റിദ്ധാരണ മൂലമുണ്ടായ പ്രതിഷേധമാണെങ്കിലും സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് ദില്ലിയിൽ വെച്ചുണ്ടായ ദുരനുഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത്. ഔദ്യോഗിക കൂടിക്കാഴ്ചയല്ലാത്തതിനാൽ തന്നെ പതിവ് സുരക്ഷാ മുൻകരുതലുകൾ രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്യാമറമാൻ അരുൺ മോഹനോടൊപ്പം PG പ്രബോധ്, റിപ്പോർട്ടർ, ദില്ലി.